ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ മുടി മുറിച്ചിട്ട് ആദ്യം പോകുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നോക്കാം അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്. ചിലപ്പോൾ വൾഗറായിരിക്കും, കുഴപ്പമില്ല. സോ ഞാനിപ്പം മമ്മിയുടെ അടുത്തേക്ക് പോവാണ്. സോ മമ്മിയുടെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ എടുക്കാൻ പറ്റില്ല. സോ ഞാൻ അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ റിയാക്ഷനൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന്. അപ്പോൾ അവനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതോ അവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ഇനി എന്തൊക്കെയാണ് റിയാക്ഷൻ നമുക്ക് നോക്കാം. അങ്ങനെ അച്ചു എന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനോട് പറഞ്ഞ് ആരും അറിയാതെ എടുക്കണോടാ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് കയറി. ബെല്ലടിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ ബെല്ലടിച്ചു. പക്ഷേ ആരുടെ ഒരു അനക്കവും ഇല്ല. അകത്തേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ എൻ്റെ മകൻ മൊബൈലൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ ഹാളിലും ആരെയും കണ്ടില്ല. പിന്നെ ചോദിച്ചിന് ബെഡ്റൂമിലെങ്ങാനും ആയിരിക്കുമോ. അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് പോയി നോക്കി. അവിടെയും കണ്ടില്ല. പിന്നെ മനസ്സിലായി കിച്ചണിലാണ് രണ്ടുപേരും ഉള്ളത്. അവിടേക്ക് ഞാൻ പോയി അതിൻ്റെ അകത്ത് കയറിയില്ല. ഒരു റിയാക്ഷനും ഇല്ല. എന്താടി നീ എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ കയറി വരുന്നതെന്നുള്ള റിയാക്ഷനായിരുന്നു ഞാൻ കണ്ടത്. ഞാൻ ആകെ ചമ്മി നിൽക്കുക. എന്താ ഇവരൊന്നും എൻ്റെ മുടിയെക്കുറിച്ച് പറയാത്തതെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ സൈഡിലേക്കൊക്കെ മാറി നിന്ന് കുറേയൊക്കെ മുടിയിലിങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചു. പക്ഷേ അച്ചു ആകെ ഇതായിപ്പോയി. വീഡിയോ എടുക്കാനും പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച റിയാക്ഷനല്ലോ ഗൈസ് ഇവർ തന്നത്. പിന്നെ ഞാൻ അവിടെയൊക്കെ സൈഡിൽ ഇങ്ങനെയൊക്കെ ചമ്മി മാറി നിന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എൻ്റെ മോൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. അവൾ ഓൾറെഡി അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ മുഖത്തൊരു റിയാക്ഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് അതങ്ങ് ചീറ്റിപ്പോയി. പിന്നെ കുഴപ്പമില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് അവിടെ ചിക്കൻ ഫ്രൈയും നല്ല മുരിഞ്ഞ് മമ്മി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമുക്കതൊക്കെ അടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഒരു പാത്രത്തിൽ നോക്കുമ്പോൾ അടച്ചിങ്ങനെ വെച്ച് ഇരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താവളും ഇങ്ങനെ കാത്തിരിക്കുന്നു. പിന്നെ മനസ്സിലായ ചെട്ടിനാട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കാത്തിരിപ്പിലാണ് അവൾ. സോ ഇത് എൻ്റെ അനിയത്തിയുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി സാധനമാണ് ഗൈസ്, ചെട്ടിനാട് ബിരിയാണി. അടിപൊളി ബിരിയാണിയാണ്, നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി സ്പൈസി ടേസ്റ്റി. എന്താ പറയണ, വായിന്നൊക്കെ വെള്ളം വരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. കബാബല്ല, ഫ്രൈ ചെയ്തതാണ്. സോ അപ്പം നല്ല യമ്മിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇച്ചിരി തൈരും കൂടെ ആയാലോ അടിപൊളി അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വിളമ്പി. അങ്ങനെ കുട്ടികളും മഹേഷ് ഏട്ടനും എല്ലാവരും കൂടെ ഫസ്റ്റ് ട്രിപ്പിലിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സ്വാദിഷ്ടമായ ചെട്ടിനാട് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. അത് വളരെ ടേസ്റ്റിയാണ്. അത് സാധാരണ ബിരിയാണി കഴിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് സംതിങ് നല്ല കുഴഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ബിരിയാണിയാണ്. അതിനകത്ത് ചിക്കനകത്തൊക്കെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ തൈരും കൂടെ ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു ചിക്കൻ ഫ്രൈയും ഇതൊക്കെ സൈഡിൽ വെച്ച് നമുക്കൊന്ന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തിന്നാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഫുള്ളി ഇഷ്ടപ്പെട്ടു. അമ്മുനിയൊക്കെ ഈസ് വെയിറ്റിംഗ്. ഇപ്പം തിന്നാം. കുഞ്ഞൻ ഈസ് ഓൾസോ വെയിറ്റിംഗ്. ഇവിടെ ഒരാൾ പ്ലേറ്റിൽ താളം പിടിച്ച് തുടങ്ങി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ബൈ.